നമ്മൾ യുദ്ധം ചെയ്യുന്നത് മനുഷ്യരോടല്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ അയൽപ്പക്കത്തുള്ളൊരു കുടുംബം ഏതെങ്കിലും ഒരു കാരണമുണ്ടാക്കി നിങ്ങളുമായി ശത്രുതയിലാവുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഓർത്തിരിക്കണം, വൈരാഗ്യത്തിലും ഭിന്നതയിലും ശത്രുതയിലും ആവാൻ പിശാച് ഒരു സാഹചര്യം ഉണ്ടാക്കുമ്പോൾ, ആ വൈരാഗ്യം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം വെറുതെ ആവുകയാണ്. ഇത് സാത്താൻ അറിയാവുന്നത് കൊണ്ട് സാത്താൻ എന്ത് ചെയ്യും? ദൈവത്തെ ആരാധിക്കുന്ന മക്കളുടെ ഹൃദയത്തിൽ ഒരു വഴക്കിനുള്ള സാധ്യത എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മളോട് വഴക്കുണ്ടാക്കുന്ന വ്യക്തിയോടല്ല നമ്മൾ പോരടിക്കുന്നത്, ഈ വഴക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്ന പൈശാചിക ശക്തിയോടാണെന്ന് ഒരു ദൈവത്തിന്റെ മകൾ തിരിച്ചറിഞ്ഞാൽ ആ കെണിയിൽ പെടാതെ രക്ഷപ്പെടാൻ പറ്റും. അതായത് പിശാച് നമ്മുടെ ജീവിതത്തെ കൃപയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ചെയ്യുന്നത്, പിശാച് ചില ചൂണ്ട ഇടും. അപ്പോൾ ആ ചൂണ്ടക്കൊളുത്തിൽ നമ്മൾ കൊത്തി പിടിക്കുമ്പോ നമ്മുടെ പ്രാർത്ഥനകൾ പിന്നീട് ഫലിക്കില്ല. ഉദാഹരണത്തിന്, നിങ്ങൾ അയൽപ്പക്കക്കാരനുമായി ഒരിക്കലും അവസാനിക്കാത്ത കലഹത്തിലും ശത്രുതയിലുമാണെങ്കിൽ ഒരനുഗ്രഹവും നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല. അത് വചനം പഠിപ്പിക്കുന്ന സത്യമാണ്. ഇത് പിശാചിനെ അറിയാം. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്യും? നിരന്തരമായ കലഹത്തിനും വൈരാഗ്യത്തിനുമുള്ള സാധ്യത നിങ്ങളുടെ വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് തരും. ആ ചൂണ്ടയിൽ കൊത്തരുത്.